സ്പോൺസേഡ് കലാപങ്ങൾ ദക്ഷിണേഷ്യയിൽ പിടിമുറുക്കുന്നുവോ? ഒരു ദശാബ്ദക്കാലമായി നാം പുതിയ വിഘടനവാദവും കലാപവും അരങ്ങേറുന്നത് കാണുന്നു. നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയിലും മാലിദ്വീപിലും മ്യാൻമറിലും ബംഗ്ലാദേശിലും കലാപങ്ങളും സ്ഫോടനങ്ങളും ഗറില്ലാ യുദ്ധങ്ങളും തുടർക്കഥയാവുന്നു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേരത്തെ തന്നെ തീവ്രവാദികളുടെ പിടിയിലാണ്. ഇതിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 2024 ഓഗസ്റ്റ് 5 ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്നാണ് ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും രാജ്യം വിടുകയും ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണയോടുകൂടി വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രക്ഷോഭം വൻ കലാപമായി പടരുകയായിരുന്നു. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്കുണ്ടായിരുന്ന 30% സംവരണം പുനഃസ്ഥാപിക്കാനുള്ള കോടതി ഉത്തരവാണ് ഈ പ്രക്ഷോഭത്തിന് കാരണം. 2018 സർക്കാർ നിർത്തലാക്കിയ സംവരണം പുനഃസ്ഥാപിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ മൂന്നാം തലമുറയ്ക്കുള്ള സംവരണം നൽകുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കും അവരുടെ ബന്ധുക്കൾക്കുമുള്ള ആനുകൂല്യമായി മാറുമെന്നായിരുന്നു പ്രക്ഷോഭകരുടെ വാദം. സുരക്ഷാ സേനയ്ക്ക് പുറമെ അവാമി ലീഗ് പ്രവർത്തകരും പ്രക്ഷോഭകരെ നേരിടാനിറങ്ങിയിരുന്നു. ഇത് വൻ കലാപമായി തീരുകയും ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്ര വർഗീയ വിഘടനവാദി സംഘടന അധികാരത്തിൽ പിടിമുറുക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം നമുക്കൊരു പാഠമാണ് നൽകുന്നത്, ഒപ്പം തന്നെ ഭീഷണിയും. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, മിസോറാം, മേഘാലയ, ത്രിപുര എന്നിവ ബംഗ്ലാദേശുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ രാജ്യത്തെ മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റവും നുഴഞ്ഞുകയറ്റവും ഉണ്ടായാൽ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ജാതി ഗോത്ര കലാപങ്ങളും വിഘടനവാദവും ഉണ്ടാകും. ലോക ജനസംഖ്യയിൽ 8ാം സ്ഥാനത്തുള്ള ബംഗ്ലാദേശിന്റെ മൊത്തം ജനസംഖ്യ 17 കോടിയാണ്. ഈ ചെറു രാജ്യത്തിന് താങ്ങാനാവുന്നതിലും കൂടുതലാണ് ഈ ജനസംഖ്യാ വർധനവ്. തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവും രൂക്ഷം. പട്ടിണി മാറ്റാൻ വേണ്ടി കൽക്കട്ടയിലെ കുപ്രസിദ്ധമായ ചുവന്ന തെരുവായ സോനാഡച്ചിയിൽ എത്തിപ്പെടുന്നതിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശ് യുവതികളാണ്. ഇനി നമുക്ക് നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്ന ഒരു വിപത്തിനെപ്പറ്റി ചർച്ച ചെയ്യാം. ജാതി സെൻസസ്. കുറച്ചുനാളുകളായി ജാതി സെൻസസ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദേശവിരുദ്ധരും സാമൂഹിക വിരുദ്ധരുമായ ഒരു കൂട്ടം ആളുകൾ കെട്ടിച്ചമച്ചതും വളച്ചൊടിച്ചതും പല വൈകൃതങ്ങളിലൂടെ തെറ്റായി വ്യാഖ്യാനിച്ചതുമായ ചില കള്ളക്കഥകളെയും ഉപയോഗശൂന്യവും സംശയിക്കപ്പെട്ടതുമായ ഭിന്നസങ്കര പദാർത്ഥങ്ങളെയും കൊണ്ട് നടക്കുന്ന വേഷം കെട്ടുകാരായ ദേശീയ തലത്തിലെ പ്രതിപക്ഷത്തുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇപ്പോൾ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. പല ജാതികളുടെ മേൽ അവർക്കുള്ള അധികാര നിയന്ത്രണം നഷ്ടമാകാതിരിക്കാനാണ് അവർ ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. പല ജാതികളിലുള്ളവരുടെ ഉന്നമനമോ നന്മയോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം. പകരം നാട് മുടിഞ്ഞാലും വേണ്ടില്ല, അധികാരം എന്നും നിലനിർത്തണം എന്ന ദുഷ്ടലാക്ക് മാത്രമാണ്. നമ്മുടെ രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിൽ സർക്കാർ ജോലിക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും നിലവിലുള്ള സംവരണ നിരക്ക് നോക്കാം. ബീഹാർ. ബാക്ക്വേർഡ് ക്ലാസ് 18%, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് 25%, ഷെഡ്യൂൾഡ് കാസ്റ്റ് 20%, ഷെഡ്യൂൾഡ് ട്രൈബ് 20%, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 10%, ടോട്ടൽ റിസർവേഷൻ 75%, ജനറൽ കാറ്റഗറി 25%. രാജസ്ഥാൻ. ബാക്ക്വേർഡ് ക്ലാസ് 21%, ഷെഡ്യൂൾഡ് കാസ്റ്റ് 16%, ഷെഡ്യൂൾഡ് ട്രൈബ് 12%, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 10%, മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് 5%, ടോട്ടൽ റിസർവേഷൻ 64%. രാജസ്ഥാനിൽ
2018 മെയ് 17 മുതൽ 23 വരെയും 2010 ഡിസംബർ 7 മുതൽ 2011 ജനുവരി 7 വരെയും പ്രമുഖ പിന്നോക്ക സമുദായമായ ഗുജ്ജാറുകൾ പ്രത്യേക വിഭാഗ പദവി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി. ഈ പ്രക്ഷോഭം 37 പേർ കൊല്ലപ്പെട്ട കലാപത്തിലാണ് അവസാനിച്ചത്. ഗുജ്ജരുകൾ ജയ്പൂർ ആഗ്ര, ജയ്പൂർ ഡൽഹി ദേശീയപാതകൾ കയ്യേറി ഗതാഗത സംവിധാനം താറുമാറാക്കുകയും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു. തമിഴ്നാട് OBC 50%, SC 18%, ST 1%, ടോട്ടൽ റിസർവേഷൻ 69%. വടക്ക് പടിഞ്ഞാറൻ ജില്ലയായ ധർമ്മപുരി അടക്കം പല മേഖലകളിലും തമിഴ്നാട്ടിൽ ജാതി സംഘർഷം രൂക്ഷമാണ്. ഉത്തർപ്രദേശ് OBC 27%, SC 15%, ST 7%, ടോട്ടൽ റിസർവേഷൻ 49%. മഹാരാഷ്ട്ര OBC 19%, SC 13%, ST 7%, സ്പെഷ്യൽ ബാക്ക്വേർഡ് ക്ലാസ് 2%, വിമുക്ത ജാതി 3%, നൊമാഡിക് ട്രൈബ് B 2.5%, നൊമാഡിക് ട്രൈബ് C 3.5%, നൊമാഡിക് ട്രൈബ് D 2%, ടോട്ടൽ റിസർവേഷൻ 52%. പുതിയ ജാതി സെൻസസ് വരുമ്പോൾ ജനസംഖ്യാ വർധനവനുസരിച്ച് സംവരണത്തിന്റെ തോത് മാറിമറിയാം. ഇത് ജാതികൾ തമ്മിലുള്ള സംഘർഷത്തിലും പ്രക്ഷോഭത്തിലും കലാപത്തിലുമായിരിക്കും അവസാനിക്കുക. അഗ്നിപഥ് കലാപം 2018 ജൂൺ 14 മുതൽ 18 വരെ അഗ്നിപഥ് പദ്ധതിക്കെതിരായ പ്രക്ഷോഭം കലാപവും കൊള്ളയുമായി മാറി. ഭഗൽപൂർ ന്യൂഡൽഹി റൂട്ടിലോടുന്ന വിക്രംശില എക്സ്പ്രസ്, ജമ്മു താവി എക്സ്പ്രസ്, ഗുവാഹട്ടി എക്സ്പ്രസ് അടക്കം ഒട്ടേറെ ട്രെയിനുകൾ കത്തിച്ചു. തെലങ്കാനയിൽ റെയിൽവേ സ്റ്റേഷൻ കത്തിച്ചു. പ്രക്ഷോഭത്തിന്റെ മറവിൽ കലാപകാരികൾ ഇന്ത്യൻ റെയിൽവേക്ക് വരുത്തിവെച്ച നാശനഷ്ടം 700 കോടിയിലേറെ രൂപയുടേതാണ്. ഏതെങ്കിലും ദേശദ്രോഹികളുടെ ആഹ്വാനത്തിന് പിന്നാലെ കലാപകാരികൾ ഈ രീതിയിൽ പൊതുമുതലുകളും സ്വകാര്യ മുതലുകളും നശിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരാളും അടങ്ങുന്ന പൗരന്മാരുടെ നികുതി പണമാണ് നഷ്ടമാകുന്നത്. സർക്കാരിന് ഈ പണം തിരികെ കിട്ടാൻ പെട്രോൾ, ഗ്യാസ്, വൈദ്യുതി, ഭൂനികുതി, കെട്ടിട നികുതി, ആദായ നികുതി തുടങ്ങി പല നികുതികളും വർദ്ധിപ്പിക്കേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ കലാപകാരികൾ ചെയ്തു കൂട്ടുന്നതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ്. ഇന്ത്യ ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വിലങ്ങിടാൻ ആർക്കോ വേണ്ടി ബുദ്ധിശൂന്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഏതെങ്കിലും നേതാവ് ഇറങ്ങിയാൽ നമ്മൾ ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നമ്മുടെ നാടിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ജനാധിപത്യ സംവിധാനങ്ങളും തകർക്കുക എന്നത് പല വിദേശ ശക്തികളുടെയും താൽപ്പര്യമാണ്. അതിനു വഴിവെട്ടിക്കൊടുക്കാനായി കുടത്തിലടച്ച ഭൂതത്തെ തുറന്നുവിടേണ്ടതുണ്ടോ? അങ്ങനെ കൂട്ടിലടച്ച ഒരു ഭൂതമാണ് ജാതി സെൻസസ്. സ്വന്തം നിലനിൽപ്പിനായും റേറ്റിംഗ് കൂട്ടാനുമായി ചില ദൃശ്യമാധ്യമങ്ങൾ എരിതീയിൽ എണ്ണയൊഴിച്ചു ജാതി സെൻസസിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. സമത്വം പ്രസംഗിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും ജാതിയുടെയും വോട്ട് ബാങ്കിന്റെയും കാര്യം വരുമ്പോൾ ഇതൊക്കെ വിഴുങ്ങും. ജാതി സംവരണത്തിന്റെ പേരിൽ നമ്മുടെ ജനങ്ങൾ തമ്മിൽ തല്ലി നശിക്കാതിരിക്കട്ടെ.